കേരള ബ്ലാസ്റ്റേഴ്സ് FC ലുലു ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് ആരാണ്ടൊക്കെ കണ്ണിരെണ്ണ വീശി കാത്തിരിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ആ കണ്ണിരെണ്ണ വീശി കാത്തിരിക്കുന്നവരെല്ലാം കൂടി ആ എണ്ണയ്ക്കകത്തൊരു തിരിയും കൂടി എടുത്ത് വെച്ച് കത്തി ചുമ്മറത്തോട്ട് വെക്കുക എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ലുലു ഗ്രൂപ്പും തമ്മിൽ ഇത്തരത്തിലൊരു ചർച്ച നടന്നതായിട്ട് ഒരറിവുമില്ലെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള റിപ്പോർട്ടറായിട്ട് പലരും വിലയിരുത്തുന്ന മാർക്കസ് മർഗുലോ പറയുന്നത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ ഒരു ഖത്തർ ഫ്രാഞ്ചൈസി ശ്രമിച്ചുവെന്നും ലുലു ഗ്രൂപ്പ് ശ്രമിച്ചുവെന്നും ഒക്കെ 2-3 വർഷങ്ങൾക്ക് മുൻപുള്ള വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു എങ്കിൽ പോലും അത് 2-3 വർഷങ്ങൾക്ക് മുൻപുള്ള വാർത്തകൾ മാത്രമാണ്. ഇപ്പോൾ സമീപകാലത്ത്, അതായത് ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അത്തരത്തിലുള്ള ശ്രമവും ചർച്ചയും ഒന്നും നടന്നില്ല എന്നാണ് മാർക്കസ് മർഗുലോ പറയുന്നത്. അതേസമയം IBS സോഫ്റ്റ്വെയർ ചർച്ചയുമായിട്ട് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ വില കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ലുലു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് അറിയുന്ന കാര്യത്തിൽ ലുലു ഗ്രൂപ്പ് ഇത്തവണ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ലുലു ഗ്രൂപ്പിൻ്റെ അപ്ഡേറ്റ് കാത്തിരിക്കുന്നവർക്ക് ഒന്നുമില്ലടേ, അങ്ങനൊരു തീരുമാനമൊന്നുമില്ല. പക്ഷെ അവർ ഏറ്റെടുത്തതിന് കുറച്ച് വിഷണറി ആയിട്ട് എടുത്തത്. പക്ഷേ ലുലുവിനെക്കാട്ടിൽ കുറച്ചുകൂടി IBS ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെയൊക്കെ വിശ്വാസവും പ്രതീക്ഷയും മാത്രം ഇങ്ങനെ പോവും എന്നല്ലാതെ ഇവിടെ കാര്യമായിട്ടൊരു തേങ്ങാക്കൊലിയും നടക്കാൻ പോകുന്നില്ല. അതാണ് ഈ ഒരു ക്ലബിൻ്റെ ഭൂതകാല ചരിത്രം.